ടോട്ടൽ എത്രയാ? 24,397. 24,397 പ്രോഫിറ്റ്. എക്സലന്റ് പ്രോഫിറ്റ് അല്ലേ? സോ എത്ര പെർസെൻറ്റേജ് ആണ്? 40.6%. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ 40%. അൺഇമാജിനബിൾ പ്രോഫിറ്റ്. വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ്. വീക്കിലി ബേസിസിൽ ഓപ്ഷൻസിൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഹെഡ്ജ്ഡ് സ്ട്രാറ്റജിയാണ്. ഫ്യൂച്ചറും ഓപ്ഷനും കൂടെ മിക്സ് ചെയ്ത ഒരു കോമ്പിനേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു 1 ഇയർ 2025 ജാനുവരി ഓൺവേർഡ്സ് നമുക്കൊരു ബാക്ക് ടെസ്റ്റ് നടത്തി നോക്കണം. അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, ഓരോ വീക്കിലും നമുക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട്, എത്ര പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര ലോസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം നമ്മൾ സ്ട്രാറ്റജിയിലേക്ക് കടന്ന് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ബാക്ക് ടെസ്റ്റിംഗ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെത്തഡോളജി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓപ്ഷൻ സ്ട്രാറ്റജി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതൊരു ബൈയിങ് സ്ട്രാറ്റജിയാണ്. ബൈയിങ് തന്നെ ഫ്യൂച്ചറിനെയും ഓപ്ഷനെയും നമ്മൾ ഹെഡ്ജ് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് നമുക്കിപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്ക് 2025 3rd ജാനുവരിയിൽ നമുക്ക് ടെസ്റ്റിംഗ് നോക്കുന്നു. സമയം ഫ്രൈഡേ നമ്മുടെ ജാനുവരി പീരീഡിൽ നമുക്ക് എക്സ്പയറി എന്നായിരുന്നു, തേഴ്സ്ഡേ ആയിരുന്നു എക്സ്പയറി, ഫ്രൈഡേ ആണ് ഫസ്റ്റ് ഡേ ഓഫ് ദി നെക്സ്റ്റ് വീക്ക് ആരംഭിക്കുന്നത് എക്സ്പയറി. സോ ഫ്രൈഡേ 3rd ജാനുവരി 2025 ആണ്. ടൈം 9:15 to 9:30 ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. സ്ട്രാറ്റജി എന്താണ്? ഇപ്പോൾ ജാനുവരി 3rd ഞാൻ എടുത്തു. 3rd എടുക്കുമ്പോഴേക്കും എനിക്ക് നെക്സ്റ്റ് എക്സ്പയറി എപ്പോഴാണ്? 9th ജാനുവരി. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 9th ജാനുവരി. സോ 9th ജാനുവരി എക്സ്പയറിയുടെ ATMന്റെ ഞാനൊരു പുട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ ബൈ ചെയ്തു. ഒരു ലോട്ട് പുട്ട് ഞാൻ ATMൽ നിന്ന് ബൈ ചെയ്തു. ദെൻ അഗൈൻ എന്താ ചെയ്യുന്നത്? ഞാൻ 1 സ്റ്റെപ്പ് ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ, ഇനിയൊരു പുട്ട് ഓപ്ഷനും കൂടി ഞാൻ ബൈ ചെയ്തു. 2 ലെഗ് ഞാൻ ബൈ ചെയ്തു. പിന്നെ ഒരു ഫ്യൂച്ചേഴ്സ്, എന്ത് ഫ്യൂച്ചറാണ്? നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എന്ത് ചെയ്യണം? ഒരു ബൈ ചെയ്യണം. സോ എവിടെയാണ് ഇപ്പോൾ മാക്സിമം നമ്മുടെ റിക്വയർഡ് മാർജിൻ എത്ര? ഓരോ ലോട്ടാണ്. റിക്വയർഡ് മാർജിൻ 41,000 rupees. 41,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. 41 എന്ന് പറഞ്ഞാൽ നെക്ക് ടു നെക്ക് നിങ്ങൾ ഒരിക്കലും കരുതരുത്. 50,000 അപ്രോക്സിമേറ്റ്ലി നമ്മുടെ കയ്യിൽ വേണമെന്ന് നിങ്ങൾ കരുതുക. 50,000 to 60,000 rupees നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാം. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 6 to 10%, 6 മുതൽ 10% വരെ ഒരു വീക്കിലിയാണ് നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ 6 to 10% പ്രോഫിറ്റ്. അതേമാതിരി ലോസ് ആണെങ്കിൽ 10% ആൻഡ് എബോവ് ലോസ്. 10 to 11% വരികയാണെങ്കിൽ ബ്ലൈൻഡ്ലി നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യാം. ഓക്കെ, സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് 15 മിനിറ്റ്സ് നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കൂ. 2,008 ഒറ്റയായി ഫസ്റ്റ് 15 മിനിറ്റ്സ് തന്നെ നമ്മുടെ പ്രോഫിറ്റ് ബുക്കായി. എത്രയാ? 2,870. സോ നോട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പ്രോഫിറ്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ, 2,870. സോ അപ്പോൾ 2,870 എത്ര പെർസെൻറ്റേജ് ആണ്? 6.3%. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ 6.3% നമ്മൾ ലാഭം ഉണ്ടാക്കി. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ബ്ലൈൻഡ് ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റി, അതായത് അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ബ്ലൈൻഡ് ആയിട്ട് ട്രേഡിങ്ങിന് ഇരിക്കുന്നവർക്ക് ഇത്തരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഞാൻ ഈ പറഞ്ഞ ലെവലിൽ 5 to 6% to 10% വരെ ലാഭം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. 5 and above വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എക്സിറ്റ്. അതേമാതിരി ലോസ് എത്ര? 10% പ്ലസ് വന്നു കഴിഞ്ഞാൽ ലോസ് നിങ്ങൾ ബുക്ക് ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതേ സ്ട്രാറ്റജി നമ്മൾ കുറച്ചും കൂടെ എക്സ്പേർട്ട് ടെക്നിക്കൽ നോളജ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫർദർ ഇതിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് അനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. എന്താ സംഭവിക്കുക നോക്കൂ. ജാനുവരി 3rd തന്നെ വെറും 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 9:45 ആയപ്പോഴേക്കും തന്നെ നമ്മുടെ ടാർഗറ്റ്, ആ ആഴ്ചയിൽ നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. സോ ദെൻ അഗെയിൻ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ 8.5% എത്ര? 4,000 rupees പ്രോഫിറ്റ്. ഇവിടെ എത്ര? 4,000 rupees പ്രോഫിറ്റ്. അനദർ 30 മിനിറ്റ്സ് കഴിഞ്ഞാലോ വീണ്ടും അതേ 8.7%, 4,142 പ്രോഫിറ്റ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോസ് അല്ല, പ്രോഫിറ്റ് കുറഞ്ഞു, 1.9% വന്നു. ദെൻ മൈനസിലേക്ക് പോയി, 3,700 മൈനസിൽ പോയി. സോ എൻഡ് ഓഫ് ദ ഡേ ഒരു ദിവസം കഴിഞ്ഞു. ജനുവരി 9th ആണ് എക്സ്പയറി. ജാനുവരി 6 ആയപ്പോഴേക്കും അതിന്റെ പ്രോഫിറ്റ് എത്രയാ? 30,000. എത്ര? 64%.
പക്ഷെ നിങ്ങളിത് എല്ലായ്പ്പോഴും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. 64% പ്രോഫിറ്റ്. നമ്മൾ എപ്പോഴാണ് ക്ലോസ് ചെയ്തത്? 2800 രൂപയ്ക്ക് നമ്മൾ ക്ലോസ് ചെയ്തു. 2800 നിന്നും എത്ര പെർസെൻറ്റേജ്? 64%. ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ 64% നമുക്ക് ലാഭം. സോ പക്ഷെ അത് ആരാണ് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ എന്താ പറയുക, വ്യൂ, മാർക്കറ്റിന്റെ വ്യൂ അപ്സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ, ദിസ് ഈസ് പ്രോബബ്ലി എന്താ പറയുക ബോത്ത് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ഗ്രാഫ് കാണിക്കാം. സി, ഈ ഒരു സ്ട്രാറ്റജിയുടെ പേ ഓഫ് ഗ്രാഫ് ഇങ്ങനെ വരിക. കൂടുതലും എങ്ങോട്ടാണ്? മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അപ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അത് വലിയ ലാഭം നമുക്ക് തരാൻ സാധ്യത കുറവായിരിക്കും. മോസ്റ്റ്ലി എന്ത് സംഭവിക്കും? നമുക്ക് ലോസിലേക്ക് പോകാൻ നിൽക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെറ്റർ 5 to 10% മാക്സിമം. ദാറ്റ് ഈസ് ഫോർ എന്താ പറയുക, ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡറിന് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. ക്യാപിറ്റൽ എത്ര റിക്വയർമെന്റ്? ഇതാ ഇപ്പോൾ 47 ആയി. കാരണം അത് കുറച്ച് മുന്നോട്ട് പോകുന്നതനുസരിച്ച് മാർജിൻ റിക്വയർമെന്റ് കൂടി വരും. ഓൾമോസ്റ്റ് നമുക്കൊരു 60,000 അക്കൗണ്ടിൽ ഉണ്ടായിരുന്നാൽ മതി. സോ ദിസ് ഈസ് ഇറ്റ് വർക്ക്സ്. സോ ഞാൻ ഈ പേ ഓഫ് ഗ്രാഫ് മാറ്റുന്നു, നിങ്ങൾക്ക് വീണ്ടും കാണാം. നമുക്ക് എന്തായാലും എൻഡ് ഓഫ് ദാറ്റ്, ഇപ്പോൾ 9th January അല്ലേ, ഇപ്പോൾ 6th January ആയിട്ടേ ഉള്ളൂ. എൻഡ് ഓഫ് ദി എക്സ്പയറി ഏതുവരെ പോയാലേ എങ്ങനെ സംഭവിക്കും നോക്കാം. സോ 7th January, then 8th January 48,000, 63% ലാഭം. then 9th January. സോ എക്സ്പയറി ഡേറ്റ് അന്ന് എത്രയാ? 57% ലാഭം. 12:15 മണിയായി. നമുക്ക് ഇനി ഒരു 30 മിനിറ്റ് മുന്നോട്ട് പോയാൽ എത്രയാ? 45,000, 59% പ്രോഫിറ്റ്. വീണ്ടും ഒരു 1:15 മണിയായപ്പോൾ എത്രയായി? 46,000 രൂപ പ്രോഫിറ്റ്. അതേസമയം 1:45 ആയപ്പോഴേക്കും എത്രയാ? 47,000 പ്രോഫിറ്റ്, 62% പ്രോഫിറ്റ്. സോ ലൈക്ക് വൈസ് നമുക്ക് ഇനി ഫൈനലി ഒരു 3:15 എത്ര? 3:15 സമയം എത്ര? January 9, 3:15. കണ്ടോ? 15 മീൻസ് 3:15 ആയപ്പോഴേക്കും ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? നിങ്ങൾ ഈ ഒരു സ്ട്രൈക്ക്, ഈ ഒരു ഇത് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഒരു ലോട്ടാണ്, ഓരോ ലോട്ട് മൊത്തം 3 ലോട്ടിന്റെ കോമ്പിനേഷനാണ്. ഇത് ഹെഡ്ജിങ് സ്ട്രാറ്റജി തന്നെയാണ്. ഹെഡ്ജിങ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഇതിൽ ലാഭം എത്രയാണ്? ടോട്ടൽ 47%. എത്രയാ? ഇൻവെസ്റ്റഡ് ക്യാപിറ്റല് 48,000 രൂപ ഇൻവെസ്റ്റഡ് ക്യാപിറ്റല്. പക്ഷെ മാർജിൻ റിക്വയർമെന്റ് എക്സ്പയറിയോട് അടുക്കും തോറും മാർജിൻ റിക്വയർമെന്റ് കൂടി വരും. സോ നിങ്ങൾ അത് നോക്കേണ്ട കാര്യമില്ല. ദ പ്രോഫിറ്റ് വിൽ ഓൾസോ ഈസ് ഇൻക്രീസിങ്. സോ അത് പ്രോബ്ലം വരില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ അറൗണ്ട് 50 to 60,000 ക്യാപിറ്റൽ മസ്റ്റായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത. നമുക്ക് അടുത്ത വീക്കിലേക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ്. സോ വൺസ് അഗൈൻ, അപ്പോൾ ഈ ആഴ്ച ഞാൻ വളരെ കൺസർവേറ്റീവായിട്ട് മാത്രമേ നോക്കത്തുള്ളൂ. ഒരിക്കലും ഒരു ഹൈപ്ഡ് വ്യൂ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഈ ഒരു വീക്കിൽ കിട്ടേണ്ടുന്ന എൻ്റെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ 6% എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് കിട്ടി. ഞാൻ എക്സിറ്റായി. ഞാൻ ആ പ്രോഫിറ്റ് ഇവിടെ എഴുതിച്ചു 2,870. ഓക്കെ, ദ നെക്സ്റ്റ് വീക്ക് കംസ് ടു. അടുത്ത വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്തു. സോ അടുത്തത് 9:30 മാറുന്നു. 9:30. ദെൻ 9th നമ്മൾ എക്സ്പയറി എടുത്തു. ഏതിനായിരുന്നു? 9th January കഴിഞ്ഞാൽ അടുത്ത 10th January സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ എക്സ്പയറി എന്നാണ്? 16th January എക്സ്പയറി. 16th January എക്സ്പയറി എന്ത് ചെയ്യുന്നു? കോളിലൊരു ATM ഒരു ബൈ കൊടുത്തു. ദെൻ ഇൻ ദ മണി ഒരു 1 സ്റ്റെപ്പ് ഇൻ ദ മണി 50 പോയിന്റ് ഇൻ ദ മണിയിൽ വീണ്ടും ഒരു പുട്ടില് ഇനിയൊരു ബൈ കൊടുക്കുന്നു. ദെൻ ഒരു ഫ്യൂച്ചർ, എന്ത് ഫ്യൂച്ചറാണ്? നിഫ്റ്റിയുടെ ഫ്യൂച്ചർ എന്ത് ചെയ്യുക? ഒരു ഫ്യൂച്ചർ ബൈ ചെയ്യുക. സിമ്പിൾ. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താണ്? ബൈ. 2 പുട്ട് ഓപ്ഷൻ ബൈ, ഒരു ഫ്യൂച്ചർ ബൈ. 2 പുട്ട് ഓപ്ഷൻ, ATM പുട്ട് ഓപ്ഷൻ ബൈ, 1 സ്റ്റെപ്പ് ഇൻ ദ മണി ATM പുട്ട് ഓപ്ഷൻ ബൈ. ഇതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം. അതെന്താണെന്ന് ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. സോ 9:30 സ്റ്റാർട്ട് ചെയ്യുന്നു. ദ സ്ട്രാറ്റജി ഓൾറെഡി 9:30 എന്ന് പറയുന്നത് 9:30 ഓർ 9:30, 9:40 നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നാണ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. എക്സ്പയറി കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ. ഇപ്പോൾ എപ്പോഴാണ്? ട്യൂസ്ഡേ ആണ് എക്സ്പയറി. അപ്പോൾ നിങ്ങൾ വെനസ്ഡേ മോർണിംഗ് 9:30 ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ കടക്കേണ്ടുന്നത്. സോ ഇത് നമ്മൾ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് ആണ് ഇപ്പോൾ നോക്കുന്നത്. ബാക്ക് ടെസ്റ്റിംഗിൽ ജനുവരിയിൽ എപ്പോഴായിരുന്നു എക്സ്പയറി? തേഴ്സ്ഡേ ആയിരുന്നു എക്സ്പയറി.
അതുകൊണ്ട് ഫ്രൈഡേ നമ്മൾ എടുത്തു. സോ ദിസ് ഇസ് January 10th ഫ്രൈഡേ 9:30. സോ ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്താ സംഭവിക്കുക? ഒറ്റയടിക്ക് 11,000 rupees പ്രോഫിറ്റ്. സോ 11,000 19.4% പ്രോഫിറ്റ്. സി 11,000 മീൻസ് 19.4% പ്രോഫിറ്റ്. ഞാൻ ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു. എത്രയാ? 11,000 പ്രോഫിറ്റ്. 11,000 ഞാൻ നോട്ട് ചെയ്തു. എൻ്റെ പരിപാടി കഴിഞ്ഞു. ക്ലിയർ കേട്ടോ? ക്ലിയർ. സി ഇനി അടുത്ത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി. നെക്സ്റ്റ് വീക്ക് എപ്പോഴാണ്? വീണ്ടും ഞാൻ ടൈം 9:30 January 10th നമ്മൾ തുടങ്ങിയത്. അത് January 16th എക്സ്പയറി ആയിരുന്നു. സോ January 17th എക്സ്പയറി. January 17th എക്സ്പയറി. ATM എത്രയാ? ആ സമയത്തുള്ള ATM കൃത്യമായിട്ട് ഇതിൽ കാണാൻ പറ്റും. സോ ആ സമയത്തുള്ള ATM എത്രയായിരുന്നു? 23,250 ATM ആയിരുന്നു. 23. അപ്പോൾ ATMന്റെ 250 പോയിന്റ്സ്. ATMന്റെ ഇപ്പൊ നിൽക്കുന്ന എത്രയാണ്? 23,250 ആണ്. 23,250 എന്ന് എപ്പോഴും റൗണ്ട് ഫിഗേഴ്സിലാണ് കൂടുതൽ OA ബിൽഡപ്പ് കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ 23,250 നിന്നും വേണമെങ്കിൽ 1 സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ മണി പോയിട്ട് 23,200 അല്ലെങ്കിൽ നിങ്ങൾക്ക് 23,250 തന്നെ എടുക്കാം. കുഴപ്പമൊന്നുമില്ല. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? പുട്ട് ഓപ്ഷൻ ബൈ. പുട്ട് ഓപ്ഷൻ ബൈ കൊടുത്തു ഞാൻ. ദെൻ ATM എത്രയാ? 23,250. 1 സ്റ്റെപ്പ് ഇൻ ദ മണി എത്രയാ? 23,300. 23,300ന്റെ പുട്ട് ഓപ്ഷൻ. പുട്ട്. ദെൻ എന്ത് ചെയ്യുക? ഫ്യൂച്ചറിലേക്ക് പോവുക. ഫ്യൂച്ചറിലേക്ക് പോയിട്ട് അവിടെ ഞാനൊരു ഫ്യൂച്ചറിനെയും ബൈ ചെയ്തു. വീണ്ടും അതേ മാസത്തെ ഫ്യൂച്ചർ. ഏത് ഫ്യൂച്ചറാണ്? ജനുവരി മന്ത് ഫ്യൂച്ചർ തന്നെയാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി കണ്ടീഷൻ. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് 30 മിനിറ്റ്സ് 2,000 rupees ലോസ്. 5% ലോസ് ആയി. നമുക്ക് 10 മാക്സിമം ആണ് കേട്ടോ. 10 to 11 നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് സ്ട്രിക്റ്റ് റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ 10 to 11% ലോസ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് ഫ്രം ദി പൊസിഷൻ. എപ്പോഴാണേലും പ്രോഫിറ്റും അതേമാതിരി നിങ്ങൾക്ക് കൺസിഡറബിൾ ആയിട്ട് 5 and above percentage പ്രോഫിറ്റ് ആണെങ്കിൽ 5% വെച്ച് വീക്കിലി കിട്ടിയാൽ തന്നെ ഒരു മാസം നിങ്ങൾക്ക് 20% പ്രോഫിറ്റ് ആണ്. സോ ദാറ്റ് ഈസ് ദി ഹൈലൈറ്റ് ബിഹൈൻഡ് ദിസ് സ്ട്രാറ്റജി. ഓക്കെ. സോ വീണ്ടും 30 മിനിറ്റ്സ്. ഇപ്പോൾ ലോസ് കുറഞ്ഞു. 1,764. 8,000 പ്രോഫിറ്റ്. സി 23% പ്രോഫിറ്റ്. ഇനി ഒന്നും നോക്കാനില്ല. ഈശനെ ക്ലോസ് ദ പൊസിഷൻ. സോ ക്ലോസിംഗ് ദ പൊസിഷൻ എത്രയാ? 8,400. സോ 8,400 എന്ന് പറയുമ്പോൾ ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബ്രോക്കറേജ് എല്ലാം പോയിട്ട് ഒരു 400 rupees നമുക്ക് പോയാലും 8,000 rupees നമുക്ക് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. ഓക്കെ. സോ ഞാൻ ഈ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഇനി അടുത്ത എൻ്റെ ജോലി എന്താണ്? ഒരാഴ്ച വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ അടുത്ത എക്സ്പയറി. ഇപ്പോൾ നമ്മൾ 23rd January എക്സ്പയറിയിൽ എനിക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് കിട്ടി. ഞാൻ ക്ലോസ് ചെയ്തു. പിന്നെ നിങ്ങൾ അതിൻ്റെ പിന്നിൽ എന്താ പറയുക? ഡിസിപ്ലിൻഡ് ട്രേഡർ ആയിരിക്കണം. എപ്പോഴും ഒരു ഡിസിപ്ലിൻ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മൾ ഇത്ര ടാർഗറ്റ് ആണ്. സി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ ട്രേഡ് എപ്പോഴും എന്താ പറയുക? നമ്മളൊരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് എക്സ്പയറി 24th ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 24th ടൈം എത്രയാ? 9:30. ഓക്കെ. 9:30 വന്നു. എന്താ എടുക്കേണ്ടത്? പറയൂ, കമന്റ് ചെയ്യൂ. എന്താ എടുക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയണം. പുട്ട് ഓപ്ഷന്റെ ഏതാ? ATM എത്രയാ? വീണ്ടും ATM അവിടെ എത്ര നിൽക്കുന്നു? 23,250. അപ്പോൾ ATM നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ATM എടുത്തോളൂ. 23,250യുടെ പുട്ട് ഓപ്ഷൻ ബൈ. അടുത്ത ഏതാ സ്ട്രൈക്ക്? 23,000 ഇൻ ദ മണി. 50 പോയിന്റ് താഴെ. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇൻ ദ മണി എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി ഇൻ ദ മണി എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ പുട്ട് ഓപ്ഷന്റെ ATM എവിടെയാണോ അതിന്റെ താഴെ റൈറ്റ് സൈഡിലാണല്ലോ പുട്ട് ഓപ്ഷൻ. അതിന്റെ തൊട്ട് താഴെയുള്ള സ്ട്രൈക്ക് അങ്ങ് നിങ്ങൾ എടുക്കുക. ഏറ്റവും സിമ്പിൾ ആയിട്ട്. അതായത് അതും ബൈ ചെയ്യുക. ബൈ വേണം കൊടുക്കാൻ. നിങ്ങൾ ബൈ ചെയ്തു. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഫ്യൂച്ചർ ബൈ ചെയ്യുക. ഫ്യൂച്ചർ എന്ത് ചെയ്യുക? ഫ്യൂച്ചർ സെലക്ട് ചെയ്യുക. ഫ്യൂച്ചർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഫ്യൂച്ചർ ബൈ കൊടുത്തു. 3 ബൈസ് ഇവിടെ നടന്നു. നമുക്ക് നോക്കാം. 30 മിനിറ്റ്സ് 200 rupees പ്രോഫിറ്റ്. -300, -600, -1,000, -900, 1,200, 1,100, 1,100, 1,800. ഡെസിമൽസ് ഞാൻ പറയുന്നില്ല. 700, 900. 4% പ്രോഫിറ്റ് വന്നു.
നമുക്കൊന്ന് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഇത് പ്രോഫിറ്റ് വന്ന സ്ഥിതിക്ക് എന്ത് സംഭവിക്കും നോക്കാം. ദാ നോക്കൂ, വീണ്ടും അത് പ്രോഫിറ്റിന്റെ ലെവൽ എത്രയാ? 3.4%. 1056 പ്രോഫിറ്റ്. വീണ്ടും പോവാം, 1021 പ്രോഫിറ്റ്. വീണ്ടും നോക്കാം, 2127 പ്രോഫിറ്റ്. എത്ര പെർസെൻറ്റേജ് ആയി? 6.9% മതി. ഞാൻ ക്ലോസ് ചെയ്യുന്നു. എത്രയാ? 2127. നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം പോയാലും ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 1800 റുപ്പീസ് പ്രോഫിറ്റ് വരും. നമ്മുടെ ആവറേജ് 5%-നുള്ളിൽ കവർ ആകും. ദാറ്റ്സ് ഇനഫ്. സോ ഐ എം ക്ലോസിംഗ് ദ പൊസിഷൻ. Then again നെക്സ്റ്റ് എക്സ്പയറി വെയിറ്റ് ചെയ്യുന്നു. എപ്പോഴാണ് നെക്സ്റ്റ് എക്സ്പയറി? ഇത് 30th ജാനുവരിയുടെ ആയിരുന്നു. അടുത്തത് 31st ജാനുവരി ഫ്രൈഡേ നോക്കുമ്പോൾ അടുത്ത എക്സ്പയറി എത്ര? ഫെബ്രുവരി. ജനുവരിയിലെ പ്രോഫിറ്റ് എത്രയാണ്? ഫസ്റ്റ് വീക്ക് എത്ര കിട്ടി? 2870. സെക്കൻഡ് വീക്ക് എത്ര കിട്ടി? 11,000 പ്രോഫിറ്റ്. തേർഡ് വീക്ക് എത്രയാ? 8,400 പ്രോഫിറ്റ്. ഫോർത്ത് വീക്ക് എത്രയാ? 2,147 പ്രോഫിറ്റ്. ടോട്ടൽ എത്രയാ? 24,397. 24,397 പ്രോഫിറ്റ്. എക്സലന്റ് പ്രോഫിറ്റ് അല്ലേ? സോ എത്ര പെർസെൻറ്റേജ് ആണ്? 40.6%. നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിന്റെ 40%. അൺഇമാജിനബിൾ പ്രോഫിറ്റ്. സിമ്പിൾ ലോജിക് എന്താണ്? 10 or 11% സ്റ്റോപ്പ് ലോസ്. 5 to 10% എപ്പോൾ കിട്ടുമോ അപ്പോൾ ചാടി വീഴുക, ക്ലോസ് ചെയ്യുക. സിമ്പിൾ ലോജിക്. ഇനി നമ്മൾ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് നമുക്ക് എത്ര ലാഭം കിട്ടി? 40% ഓഫ് അവർ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ എത്രയാണ് ഞാൻ കൊടുത്തത്? 60,000 ആണ് ഞാൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് റിക്വയർഡ് എത്രയാണ്? അറൌണ്ട് 45 to പ്രീവിയസ്ലി 45 ആയിരുന്നു. മേ ബി ഞാൻ ഒരു ഓപ്റ്റിമം ലെവലിൽ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഐ സജസ്റ്റ് യു മിനിമം നിങ്ങളൊരു 1 lakh നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. പോയിന്റ് നമ്പർ 1 ശ്രദ്ധിച്ചോളൂ. ഈ ഒരു സ്ട്രാറ്റജിക്ക് നിങ്ങൾ മിനിമം 1 lakh അക്കൗണ്ടിൽ നിങ്ങൾ സൂക്ഷിക്കാൻ നിർബന്ധമായിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. മസ്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പോയിന്റ് നമ്പർ 2 എന്താണ്? ഓപ്ഷൻ ബൈയിങ്. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആകെ 1 ലക്ഷമേ ഉണ്ടാവുള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് അവേ ആദ്യം ഏത് വീക്കിലാണോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ആ വീക്കിലെ ആദ്യം തന്നെ നമ്മൾ ഫ്യൂച്ചേഴ്സ് സിമ്പിളായിട്ട് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ബൈയിലേക്ക് പോകരുത്. ബിക്കോസ് ഫ്യൂച്ചർ മാത്രമായിട്ട് നമ്മൾ ബൈയിലേക്ക് ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ നേരം എന്താ സംഭവിക്കുക? നമ്മളുടെ മാർജിൻ റിക്വയർമെന്റ് ഫ്യൂച്ചറിന് എങ്ങനെയായാലും 1-1.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് നമുക്ക് റിക്വയർമെന്റ് വരും. ഇത് ഹെഡ്ജ് ബെനിഫിറ്റോട് കൂടിയാണ് നമ്മൾക്ക് ഈ റിക്വയർഡ് മാർജിൻ്റെ അളവ് കുറയുന്നത്. അറൌണ്ട് 60,000 അല്ലെങ്കിൽ 70,000 റുപ്പീസിൻ്റെ റേഞ്ചിലേക്ക് കുറയാൻ കാരണം ഹെഡ്ജ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഹെഡ്ജ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് എമൗണ്ട് എത്രയാണ്? 1 lakh എന്ന് വെച്ചോളൂ. 1 lakh നമ്മുടെ കയ്യിൽ മൊത്തമുണ്ട്, നമ്മുടെ ലിമിറ്റഡ് എമൗണ്ട്. അപ്പോൾ അതിൽ ഒരു ഫ്യൂച്ചർ ഡയറക്റ്റ്ലി ആദ്യമേ ബൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? റിജക്റ്റ് ആകും ഓർഡർ. ഇത് വളരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ. അനാവശ്യമായിട്ട് ഓപ്ഷൻ ട്രേഡിംഗ്, ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഒരുപാട് കാശ് കൊണ്ട് കളയുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊരു നല്ല പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന നല്ല സ്ട്രാറ്റജി തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുക. റൂൾ നമ്പർ 1 ആദ്യം ഞാൻ പറഞ്ഞതുപോലെ എന്താണ്? ക്യാപിറ്റൽ റിക്വയർമെന്റ് മോസ്റ്റ്ലി അറൗണ്ട് 1 lakh ക്യാപിറ്റൽ. സെക്കൻഡ് തിങ് എന്താണ്? ആദ്യം ചെയ്യേണ്ടുന്നത് ATM 9:30 9:15 മാർക്കറ്റ് ഓപ്പൺ ആകും. നിങ്ങൾ ചാർട്ട് നോക്കുക. ചാർട്ട് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ATM എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. അറ്റ് ദ മണി എവിടെയാണെന്ന് നോക്കുക. അറ്റ് ദ മണി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ മൊബൈലാണ് ഇരിക്കുന്നതെന്ന് വെച്ചോളൂ. നിങ്ങൾ പുറത്താണ്, സിസ്റ്റത്തിൻ്റെ മുന്നിലാണ്. അല്ലെങ്കിൽ ഈ ഓപ്ഷനിൽ അറ്റ് ദ മണി എന്താണ്, ഇൻ ദ മണി എന്താണ്, ഔട്ട് ഓഫ് ദ മണി എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ഗൂഗിൾ എടുക്കുക, ജെമിനി എടുക്കൂ, അല്ലെങ്കിൽ ChatGPT എടുക്കൂ. വാട്ട് ഈസ് ദി അറ്റ് ദ മണി ഓഫ് നിഫ്റ്റി റൈറ്റ് നൗ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. വാട്ട് ഈസ് ദി അറ്റ് ദ മണി റൈറ്റ് നൗ എന്ന് ഗൂഗിളോ ജെമിനിയോ ഏതെങ്കിലും എടുത്ത് ടൈപ്പ് ചെയ്യും. അവർ പറഞ്ഞു തരും അറ്റ് ദ മണി എന്താണ്, ATM. ഇതൊക്കെ നോട്ട് ചെയ്ത് എഴുതി വെക്കണം 1 by 1 ആയിട്ട്. ഇത് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. സാധാരണ നിങ്ങൾ ഒത്തിരി സ്ട്രാറ്റജി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിത് നിങ്ങൾക്ക് കാണുന്ന ഓരോരുത്തർക്കും
എക്സ്പേർട്സിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ആദ്യം കണ്ടത് മാത്രം മതി, നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ ഒരു നോൺ എക്സ്പേർട്ട് ആയിട്ടുള്ള വളരെ എന്താ പറയുക നെയ്വായിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പരീക്ഷിക്കൂ. നിങ്ങൾക്ക് വലിയ ലോസിൽ പോകാതെ, നമ്മുടെ ലോസ് ഉറപ്പായിട്ട് എല്ലാ മാസവും നിങ്ങൾ എല്ലാ വീക്കും 100% പ്രോഫിറ്റ് കിട്ടുമെന്ന് മാത്രം നിങ്ങൾ ധരിക്കരുത്. ഇതിൻ്റെ ഇടയിൽ പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി വിന്നിങ് റേഷ്യോ കൂടാനുള്ള സാധ്യതയുണ്ട്. അടുത്ത വിഷയം എന്താണ്? ATMിലേക്ക് വരിക. ATMിലെ പുട്ട് ബൈ ചെയ്യുക. ATMിലെ പുട്ട് ബൈ ചെയ്യുക. കുറച്ചും കൂടെ എക്സ്പേർട്സിനാണെങ്കിൽ ഞാൻ പറയാം, ഈ 50, 150, 252, ഇപ്പോൾ 25,500 വന്നു കഴിഞ്ഞാൽ അത് റൗണ്ട് ഫിഗർ ആണ്. 25,550 വന്നു കഴിഞ്ഞാൽ അതിലാണ് ഇപ്പോൾ ATM നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ 1 പോയിന്റ് എന്താ പറയുക ഔട്ട് ഓഫ് ദ മണി പോവാം. എക്സ്പേർട്സിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ്. വേണമെങ്കിൽ, കാരണം അവിടെ OA ബിൽഡപ്പ് കുറച്ച് കൂടുതലായിരിക്കും. ദാറ്റ് ഡസൻറ്റ് മാറ്റർ ഹിയർ. എന്നാലും ഞാനത് പറയുന്നു. സോ ATMിലെ ഒരു ലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. ദെൻ 1 സ്റ്റെപ്പ് ബിലോ ATM. ഇപ്പോൾ 25,500 പുട്ട് ഓപ്ഷൻ്റെ ATM എങ്കിൽ നിങ്ങൾ പുട്ട് ഓപ്ഷൻ്റെ 1 സ്റ്റെപ്പ് ഇൻ ദ മണി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 25,550. മേളിൽ നിന്ന് താഴ്പോട്ടേക്ക് പോകുന്നത് 25,550. 1 സ്റ്റെപ്പ് ബിലോ. സോ ഒരു കോള് ബൈ ചെയ്യാം. 2 കോളും കൂടെ ബൈ ചെയ്യാൻ നമുക്ക് റിക്വയർമെന്റ് എത്രയാണ് വരിക? വളരെ 1 lakh ക്യാപിറ്റലിൽ നിന്നും ഓപ്ഷൻ ബൈ ചെയ്യാൻ നമുക്ക് കുറച്ച് എമൗണ്ട് മതിയാകും. അപ്പോൾ ഈ 2 എമൗണ്ടും കമ്പൈൻഡ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് നിൽക്കും, 1 lakhനുള്ളിൽ നിൽക്കും. ദെൻ ഗോ ഫോർ ഫ്യൂച്ചേഴ്സ് ബൈ. ഫ്യൂച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ ബൈ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ബൈ ഡിഫോൾട്ട് നമുക്ക് ഹെഡ്ജ് ബെനിഫിറ്റ് അത് ആഡ് ആകും. നമ്മൾ ആ ഫ്യൂച്ചർ ബൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രേഡ് എക്സിക്യൂട്ട് ആകും. അപ്പോൾ നിങ്ങൾക്ക് 3 ലെഗ് നിങ്ങൾക്ക് ചെയ്യാം സിമ്പിളായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ധൻ യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അപ്സ്റ്റോക്സ്, സെറോദ, എല്ലാത്തിലും ബ്രോക്കേഴ്സിലൊക്കെ എന്താണ് ബാസ്ക്കറ്റ് ഓർഡർ ഫെസിലിറ്റി ഉണ്ട്. ബാസ്ക്കറ്റ് ഓർഡർ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാം ഈസി ആയിട്ട്. അത് അറിയുന്നവർക്ക് നിങ്ങൾക്ക് ബാസ്ക്കറ്റ് ഓർഡർ എന്നാൽ എന്തെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ക്ലാസ് നോക്കാം. സോ ഇപ്പം നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയെ പറ്റി മനസ്സിലാക്കുക. കൂടുതലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ സ്വയം ഞാനിപ്പോൾ ജനുവരി മാസത്തെ ഇതാ നോക്കിയത്. ഓരോ മാസത്തെ നിങ്ങൾ സ്ട്രാറ്റജീസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? മെസ്സേജ് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഏതാണ് സ്ട്രാറ്റജി ബിൽഡർ? തീർച്ചയായിട്ടും ഇതൊക്കെ കോസ്റ്റ്ലിയാണ്. സ്ട്രാറ്റജി ബിൽഡേഴ്സൊക്കെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ മാതൃകയിൽ തന്നെ ഉണ്ടാവും. അത് ഏത് സ്ട്രാറ്റജി ബിൽഡേഴ്സാണ് നമ്മൾ വാങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാനത് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കുള്ള സപ്പോർട്ട് തരാം. പരീക്ഷിച്ച് നോക്കൂ. മറക്കാണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്കിൻ്റെ എണ്ണം കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം ഹൈപ്പും മറ്റു കാര്യങ്ങളൊക്കെ വാരിക്കോരി തരിക. ചെറിയ രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സപ്പോർട്ട് തരിക. കാരണം ഞാൻ വിത്തൗട്ട് മോണിറ്റൈസേഷനിലാണ് ശരിക്കും ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉള്ള എന്താ പറയുക, ഞാനിവിടെ ഒരു QR കോഡ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭാവന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.